കേരളത്തിലെ പ്രമുഖ ദളിത് ആക്ടിവിസ്റ്റായ ശ്രീ എം ഗീതാനന്ദനെ കേൾക്കാനുള്ള അവസരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എണ്ണമറ്റ വ്യക്തികൾക്കും ജനവിഭാഗങ്ങൾക്കും മേൽ വലിയ സ്വാധീനം ചെലുത്തിയ പ്രവർത്തനങ്ങളാണ് എം ഗീതാനന്ദൻ്റേത്. വ്യവസ്ഥാലീനമായി ആദിവാസികളും ദളിതരും നേരിടുന്ന അസമത്വങ്ങളോട് പൊരുതുന്ന ആളാണ് അദ്ദേഹം. കേരളത്തിലെ സാമൂഹിക നീതിയെക്കുറിച്ചുള്ള ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദളിത് ആദിവാസി മുന്നേറ്റങ്ങളുടെ ചലന നിയമങ്ങളെ മനസ്സിലാക്കൽ എന്നത്. അദ്ദേഹം നിലവിൽ ആദിവാസി ഗോത്ര മഹാസഭയുടെ സംസ്ഥാന കോർഡിനേറ്ററാണ്. ദളിത് ആദിവാസി മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള ടോക്കിലൂടെ അദ്ദേഹം നമ്മളെ അതിൻ്റെ സങ്കീർണമായ ഭൂമികയിലേക്ക് നയിക്കുകയാണ്. ഇതിനായി സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ സെഷൻ്റെ അവസാനത്തെ ഒരു ഇനമാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിക്കുന്നു. ഐ വിൽ ഗിവ് എ ഗിസ്റ്റ് ഓഫ് മൈ ടോക്ക് ആഫ്റ്റർവേഡ്സ് ഇൻ ബ്രീഫ്. കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമില്ല. അരമണിക്കൂർ കൊണ്ട് കേരളത്തിലെ ദളിത് മൂവ്മെൻറ്റുകളുടെ ഒരു രാഷ്ട്രീയം, അല്ലെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്താണെന്നുള്ളത് പറയുക എന്നത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ ദളിത് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ദളിത് ആദിവാസി മൂവ്മെൻറ്റുകൾ വളരെ വൈവിധ്യമാർന്ന അല്ലെങ്കിൽ ബഹുസ്വരതയുള്ള വളരെ പ്ലൂരലായ ഒരു മാർജിനലൈസ് കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ വളരെ വൈവിധ്യമുള്ള ധാരകളോ അടരുകളോ ഉള്ള ലേയേഴ്സുള്ള ഒരു ജനവിഭാഗത്തിൽ നിന്നാണത് വരുന്നത്. കോമണായി ആ മൂവ്മെൻറ്റിന് പലതും ഉള്ളപ്പോൾ തന്നെ വൈവിധ്യവും ഏറെയാണ്. ചിലത് തികച്ചും സാമുദായികതയിൽ മാത്രം നിൽക്കുന്നവരാണ്. ചില മൂവ്മെൻറ്റുകൾ ഐതിഹ്യങ്ങളുടെയും അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഒരു തലത്തിൽ നിന്നും പഴയ ചരിത്രത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. വളരെ കുറച്ച് വിഭാഗങ്ങൾ മാത്രമേ കാലികമായ ഒരു രാഷ്ട്രീയ സമ്പദ്ഘടനയെ വിമർശന വിധേയമാക്കുന്ന സമീപനമുള്ളവരുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതുകൊണ്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അംബേദ്കറൈറ്റ് മൂവ്മെൻറ്റിൽ നിന്നുകൊണ്ട് ദളിതാദിവാസി മൂവ്മെൻറ്റുകളുടെ ഒരു പൊളിറ്റിക്കൽ ഇക്കണോമിയെക്കുറിച്ചുള്ള ഒരു വിമർശനം, ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ ഇക്കണോമി, അതാണ് ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്കൽ ഇക്കണോമി എന്ന് പറയുമ്പോൾ കേരളത്തിലെ ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ മാർജിനലൈസേഷൻ ഒരു ജനാധിപത്യ സമൂഹത്തിലെ കേരളം ഒരു ബ്രോഡായുള്ളൊരു ജനാധിപത്യ സമൂഹമായി പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ പൊതുവിൽ കേരളം മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ള നിലയിലാണ് അതിനെ ആഘോഷിച്ചു വരുന്നത് അല്ലെങ്കിൽ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തു വരുന്നത്. കേരളം മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു മേന്മയായി വിശേഷിപ്പിക്കപ്പെടുന്നത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആരോഗ്യം അല്ലെങ്കിൽ അതുപോലുള്ള വികസന മേഖലയുടെ പുരോഗതി യൂറോപ്പിൻ്റെയോ അല്ലെങ്കിൽ മുൻ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെ എല്ലാം തന്നെ രാഷ്ട്രങ്ങളുമായി കിടപിടിക്കാൻ തക്ക നിലയിൽ ചില സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെന്നുള്ള ധാരണയിലാണ് ഇപ്പോഴും വിശ്വസിച്ച് വരുന്നത്. ചെറിയ പുനരാലോചനകളൊക്കെ തന്നെ വന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ആ ചിന്താധാര തന്നെയാണ് കേരളത്തിൽ പ്രബലമായി നിലനിൽക്കുന്നത്. എന്നാൽ കേരളത്തിലെ വലിയൊരു വിഭാഗം മാർജിനലൈസ് സമൂഹങ്ങളിൽ നിന്നും കഴിഞ്ഞ 2-2.5 ദശകമായി അവരുടെ അവകാശങ്ങളെക്കുറിച്ചും മാർജിനാലിറ്റിയെക്കുറിച്ചും വലിയ മൂവ്മെൻറ്റുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും 90കൾ മുതൽ വളർന്നു വന്ന ജാനുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വന്നിരുന്ന ആദിവാസി മൂവ്മെൻറ്റുകൾ ഒരു പക്ഷേ 80കളുടെ പകുതിയോടുകൂടി ആരംഭിക്കുന്ന ശക്തമാകുന്ന ദളിത് മൂവ്മെൻറ്റുകൾ
80കളുടെ പകുതിയോട് ആരംഭിക്കുന്ന ഫിഷർ ഫോക്ക് കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ മൂവ്മെൻറ്റുകൾ 2015-16 വളരെ ശക്തമായി വോയിസ് ചെയ്യപ്പെട്ട തോട്ടം തൊഴിലാളികളുടെ മൂവ്മെൻറ്റുകൾ വളരെ അൺഓർഗനൈസ്ഡ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും കേരളത്തിലെ ചെറിയ ശമ്പളത്തിന് അല്ലെങ്കിൽ വേതനത്തിന് പ്രവർത്തിക്കുന്ന വലിയൊരു വിഭാഗം ജനത, ആശാ വർക്കേഴ്സിൻ്റെ ഇപ്പോഴും നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അംഗൻവാടി വർക്കേഴ്സായിരിക്കാം, അല്ലെങ്കിൽ തൊഴിലാളികൾ എന്ന് പോലും പരിഗണിക്കപ്പെടാത്ത വലിയൊരു വിഭാഗത്തെ കേരളത്തിൽ നിലനിർത്തിക്കൊണ്ടാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒന്നിനെ പലപ്പോഴും അല്ലെങ്കിൽ ഈ സാഹചര്യത്തെ അത് ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഒന്നാമത്തെ ഒരു നിരീക്ഷണം. രണ്ടാമതായി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും മേന്മയുള്ള ഒരു ഏരിയയായി ചൂണ്ടിക്കാണിക്കുന്നത് ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു നടപടിയാണ്. പ്രത്യേകിച്ചും 1969, 67, 68, 69, 70-കൾക്ക് ശേഷം വന്നിരുന്ന ആ മേഖലയുണ്ടായിരുന്ന വലിയൊരു മുന്നേറ്റമാണ്. പ്രത്യേകിച്ചും ഫ്യൂഡൽ അല്ലെങ്കിൽ ജന്മിത്ത സാമൂഹ്യ സാമ്പത്തിക ഘടനയെ റീസ്ട്രക്ചർ ചെയ്യുന്നൊരു കാലഘട്ടമാണ് അതെന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന ഈ മാർജിനലൈസ് വിഭാഗത്തിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ ജീവിതത്തെ അത് അഭിസംബോധന ചെയ്യുന്നതേ ഉണ്ടായിരുന്നില്ല എന്ന് നിരീക്ഷിച്ചേ മതിയാകും. നിരവധി പഠനങ്ങളുണ്ട്. ഭൂപരിഷ്കരണം പ്രധാനമായും ടെനൻസി റെഗുലേഷനുമായി ബന്ധപ്പെട്ട കുടിയാന്മ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികളിലാണ് അതിൻ്റെ വലിയൊരു ഊന്നലുണ്ടായിരുന്നെങ്കിൽ ഫോക്കസ് അതായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1950-കൾ മുതലോ അല്ലെങ്കിൽ 1960 മുതൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെമ്പാടും തന്നെ ടെനൻസി റെഗുലേഷന് വേണ്ടിയുള്ള വലിയ മുന്നേറ്റം നടക്കുന്നുണ്ട്. ആ ടെനൻസി റെഗുലേഷന് വേണ്ടിയുള്ള വളരെ ശക്തമായ ഇടപെടൽ അത് വളരെ വിപ്ലവാത്മകമാകുന്നുണ്ട്, റെബല്യസ് ആകുന്നുണ്ട്. പ്രത്യേകിച്ചും ഉത്തര കേരളത്തിലുണ്ടായിരുന്ന വലിയ കർഷക പ്രസ്ഥാനങ്ങളെന്ന് പറയുന്ന കരിവള്ളൂർ, കാവുമ്പായി, മുനയൻകുന്ന് പോലുള്ള എല്ലാ അപ്രൈസിയും ഒരു പരിധിവരെ മലബാർ കലാപം ഉൾപ്പെടെ ഈ പാട്ടക്കുടിയാന്മ പരിഷ്കരണത്തിൻ്റെ വലിയൊരു മുന്നേറ്റമായിരുന്നു. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളും നാഷണലിസ്റ്റ് മൂവ്മെൻറ്റുകളും പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇതിനെയാണ് ഗ്ലോറിഫൈ ചെയ്യും കേരളത്തിൻ്റെ വലിയ മുന്നേറ്റമായി, ആധുനികതയുടെ മുന്നേറ്റമായി വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്നാൽ ആദിവാസി ദളിത് വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആധുനികതയും അല്ലെങ്കിൽ ഈ പറയുന്ന പോസ്റ്റ് മോഡേൺ കാലഘട്ടം എന്ന് പറയുന്ന വേർതിരിവുകൾ ഒന്നുമില്ലാത്ത നിലയിൽ ഇപ്പോഴും അത് മറ്റൊരു സാമൂഹ്യ വിഭാഗമായി യഥാർത്ഥത്തിൽ ആധുനികതയോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു പ്രതിസന്ധി നേരിടുന്ന, സന്നിഗ്ധത നേരിടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അഥവാ കൊളോണിയൽ കാലഘട്ടത്തിൽ നടക്കുന്ന അതിൻ്റെ അനുരണനങ്ങൾ എന്ന് പറയുന്ന തരത്തിലുള്ള നവോത്ഥാന ധാരകൾ ഉണ്ടായിട്ടുണ്ട്. അതിനോട് പോസിറ്റീവായി പ്രതികരിച്ചുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിനും സാമൂഹികത്തിലുള്ള മാറ്റത്തിന് വേണ്ടിയുള്ള വലിയ മുന്നേറ്റങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. മഹാത്മാ അയ്യങ്കാളിയുടെ, പൊയ്യിലപ്പച്ചൻ്റെ, ജോൺ ജോസഫിൻ്റെ അതുപോലെ ധാരകളുടെ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അങ്ങനെ ഉണ്ടായപ്പോഴും ആ മൂവ്മെൻറ്റുകളെ കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയായി അഭിസംബോധന ചെയ്യാനും അവരുന്നയിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ, അഭിസംബോധന ചെയ്യാനും യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ കുടിയാന്മ പരിഷ്കരണം ഉൾപ്പെടെ ഗ്ലോറിഫൈ ചെയ്തിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ദേശീയ പ്രസ്ഥാനങ്ങളും ഈ വിഭാഗങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന വിഷയങ്ങളെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഇത് ഒരർത്ഥത്തിൽ അവരുടെ മോഡേണിറ്റിയിൽ നിന്നും ഉത്തരാധുനികതയുമായി ബന്ധപ്പെട്ട വിവേചനമില്ലാത്ത തരത്തിൽ, വിഭജനമില്ലാത്ത തരത്തിൽ ഇപ്പോഴും സാമൂഹിക വിപ്ലവത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന വിഭാഗമായി നിൽക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നവോത്ഥാന കാലഘട്ടത്തിൽ അവർ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ കുറച്ചുകൂടി പുറകിലേക്ക് പോകുന്ന, പുറന്തള്ളപ്പെടുന്ന, മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് 1960-70-കൾക്ക് ശേഷം, പ്രത്യേകിച്ചും ഭൂപരിഷ്കരണത്തിന് ശേഷം ഉണ്ടായതെന്നുള്ളതാണ് മറ്റൊരു നിരീക്ഷണം. എന്ന് പറഞ്ഞാൽ ഭൂമിയിലുണ്ടായിരുന്ന പുനർവിതരണത്തിൻ്റെ വലിയൊരു മാറ്റം പാട്ടക്കുടിയാന്മ വിഭാഗങ്ങളുടെയോ അല്ലെങ്കിൽ ഈ കുടിയാന്മ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന മെച്ചങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സവർണ വിഭാഗങ്ങളുടെയോ ശൂദ്ര വിഭാഗങ്ങളുടെയോ മധ്യമജാതികൾ മാത്രം ഒതുങ്ങുകയും അവരുടെ സാമൂഹികവും സാമ്പത്തികമായ ഒരു ഉന്നമനത്തിന് അല്ലെങ്കിൽ വെർട്ടിക്കൽ മൊബിലിറ്റിക്ക് വലിയ സാധ്യതയുണ്ടാകുകയും കേരളത്തിൽ കാണുന്ന വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പുരോഗതിയുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ചയും പിന്നീട് വിദ്യാഭ്യാസ കച്ചവടം ഉൾപ്പെടെ മാറുന്നതിൻ്റെ ഹേതു ഈ വിഭാഗത്തിൻ്റെ ഡിമാൻഡുമായി ബന്ധപ്പെട്ടാണ്, ആവശ്യവുമായി ബന്ധപ്പെട്ടാണ്, വളർച്ചയുമായി ബന്ധപ്പെട്ടായിരുന്നു.
യഥാർത്ഥത്തിൽ ഇതിനെയാണ് പിൽക്കാലത്തുള്ള ദേശീയ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഉൾപ്പെടെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് മാതൃകയായി ഉയർത്തുകയും അതിന്നിപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടാതിരുന്ന വിഭാഗങ്ങളുടെ ഭൂമിയുടെ രാഷ്ട്രീയം, സ്വയംഭരണത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും തന്നെ കേരളത്തിൽ 1950 ശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ ഒരു ഭരണഘടന പ്രദാനം ചെയ്യുന്ന ഒരു സാമൂഹ്യ ജനാധിപത്യ വ്യവസ്ഥക്കുള്ളിൽ ഒരിക്കലും അഭിസംബോധന ചെയ്തിരുന്നില്ല എന്ന ഒരു കുറ്റം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, പ്രത്യേകിച്ചും പുരോഗമനം, സെക്യുലർ എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളും ചെയ്തിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. കാരണം ഈ വിഭാഗങ്ങളുടെ എല്ലാം തരത്തിലുള്ള അടിസ്ഥാന പ്രശ്നം മൗലികമായും സ്ലേവറി ആയിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അടിമത്തത്തിന് വിധേയമായ വിഭാഗങ്ങളാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ദളിത് വിഭാഗങ്ങളും. ഒരു വേള ഇന്ത്യയിലൊരുത്തമില്ലാത്ത തരത്തിൽ കേരളത്തിലെ പണിയ അടിയ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആദിവാസികളും നേരിട്ടിരുന്ന വലിയൊരു വിഷയം സ്ലേവറി ആയിരുന്നു. ആ സ്ലേവറി എന്ന് പറയുന്ന അതിനെ പലപ്പോഴും കേരളത്തിൽ കാര്യമായുള്ള വായനകളോ പുനർവായനകളോ ഉണ്ടായിട്ടില്ലെങ്കിലും സനൽ മോഹൻ സാറിൻ്റെതുണ്ട്, ഡോക്ടർ ശാരദാമണിയുടെയൊക്കെ തന്നെ 70-ൽ തന്നെ ഉണ്ട്. അതായത് നാരേറ്റീവ്സ് ആയിരുന്നു. പിന്നെ സനൽ മോഹൻ സാറൊക്കെ തന്നെ അതിനെ സൈദ്ധാന്തികവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ എംപിരിക്കലായി കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് വിനിൽ പോളിൻ്റെ എല്ലാം തന്നെ പഠനത്തിലൂടെ കേരളം എങ്ങനെയാണ് ഈ പറയുന്ന ആധുനികതയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ വിഭാഗങ്ങളെ വർഗപരമായി നോക്കിക്കാണുകയും വിൽപ്പന ചരക്കുകളാക്കി മാറ്റുകയും ചെയ്തിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് കേരളത്തിൽ ഇപ്പോഴും ആ അർത്ഥത്തിൽ ഒരു തുടർപഠനത്തിന് വിധേയമാക്കുകയോ പുനർവായനകളോ ഉണ്ടായിട്ടില്ല. അത്തരങ്ങൾ ഒരു വായന വരണം എന്നതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മാർജിനലൈസ് മൂവ്മെൻറ്റുകളിൽ നിന്നും 80-കളും 90-കളും ഉണ്ടായിരുന്ന വലിയ ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു ആവശ്യം എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. പ്രത്യേകിച്ചും 90-കൾക്ക് ശേഷം വന്നിരുന്ന ട്രൈബൽ മൂവ്മെൻറ്റ്, ജാനുവിൻ്റെയൊക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗോത്രസഭാ പ്രസ്ഥാനം, പണിയ അടിയ കാട്ടുനായിക്ക അല്ലെങ്കിൽ ഊരാളി കുറുമർ തുടങ്ങിയ മോസ്റ്റ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ പണിയ അടിയ വിഭാഗങ്ങളാണ് ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ഏതാണ്ട് ഒരു 4/1 വിഭാഗവും. അതിൽ വെട്ടക്കുറുമർ തുടങ്ങിയ ഫോറസ്റ്റ് എവിക്റ്റീസിങ് കൂടി ഉൾപ്പെടുമ്പോൾ ഒരുപക്ഷെ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ പകുതിയായിരിക്കാം. ഇവർ പൂർണ്ണമായും പ്രത്യേകിച്ചും പണി വിഭാഗങ്ങൾ ഈ ഭൂമിയോടൊപ്പം കൈമാറ്റം ചെയ്യപ്പെട്ടവരും ഈ വേട്ടക്കുറുമ വിഭാഗങ്ങളെല്ലാം തന്നെ കാട്ടിൽ നിന്നും കൊളോണിയൽ പീരീഡിൽ പൂർണ്ണമായിട്ട് എവിക്റ്റ് ചെയ്യപ്പെട്ടവരാണ്. ആ അർത്ഥത്തിൽ അവർക്ക് പൂർണ്ണമായും ഒരു നഷ്ടപരിഹാരം ആവശ്യമുള്ള, റെപ്പറേഷൻ ആവശ്യമുള്ള ഒരു ജനവിഭാഗമാണ് എന്നുള്ള നിലയിൽ കേരളത്തിൽ ഒരിക്കലും പുരോഗമന കേരളത്തിൽ ചർച്ച ചെയ്യുന്നുള്ളത് മാത്രമല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന 5th ഷെഡ്യൂൾ, 6ാം പട്ടിക, അല്ലെങ്കിൽ സ്വയംഭരണം, അല്ലെങ്കിൽ ഭൂമി വിഭവങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമം തുടങ്ങിയവ സംബന്ധിച്ചെല്ലാം തന്നെ സമ്പൂർണ്ണമായും അജ്ഞരായ ഒരു സമൂഹമാണ് കേരളം ആയിരുന്നത്, ഈ ജനാധിപത്യ കേരളം. അല്ലെങ്കിൽ ഈ പറയുന്ന പട്ടക്കുടിയായ്മ പ്രസ്ഥാനത്തൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്ക് ഈ പറയുന്ന ജനാധിപത്യപരമായി നമ്മുടെ ഭരണഘടനയുടെ സ്വയംഭരണത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണമായിട്ടും അജ്ഞരായിരുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു ചെറിയ ഒരു സ്മോൾ പീസ് ഓഫ് ലെജിസ്ലേഷൻ മാത്രമാണ് 1975-ലെ നിയമം, അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചെടുക്കാനുള്ള നിയമം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നത്. അത് പിന്നീട് 99-ൽ എല്ലാ കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചേർന്ന് അത് റദ്ദാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് എത്തുന്നൊരു സാഹചര്യമുണ്ടായി. അതിൻ്റെ തുടർച്ചയായി നമുക്ക് കേരളത്തിൽ അറിയാം, കേരളത്തിൽ കൺസിസ്റ്റൻ്റായി പ്രത്യേകിച്ചും ഗ്ലോബലൈസേഷനോടുകൂടി 90-കളുടെ തുടക്കത്തോടുകൂടി 90-കളുടെ ഒരു പകുതിയോടുകൂടി വളരെ കൺസിസ്റ്റൻ്റായി കേരളത്തിൽ ലാൻഡ്ലെസ് ട്രൈബൽസിൻ്റെ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കൂടുതലും ദളിതാദിവാസി മൂവ്മെൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ട് തന്നെ ഇത്തരം മൂവ്മെൻറ്റുകളിലാണ് എൻ്റെ പ്രധാനമായിട്ടൊരു ശ്രദ്ധയുണ്ടായിരുന്നത്, പ്രത്യേകിച്ചും ജാനുവിനോടൊപ്പം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് നിരന്തരം ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ പങ്കെടുത്ത, ആയിരക്കണക്കിന് ഭൂരഹിതരായ ആദിവാസികൾ പങ്കെടുത്ത നിരവധി മൂവ്മെൻറ്റുകളുടെ ഒരു കൾമിനേഷനാണ് 2001-ൽ കുടിൽകെട്ടി സമരത്തിലൂടെ കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ഒരുപക്ഷെ ഇന്നിപ്പോൾ ആശാ വർക്കേഴ്സിൻ്റെ സമരം സെക്രട്ടറി പടിക്കൽ നടക്കുന്നതിന് മുമ്പ് 2 ദശകം മുമ്പ് കേരളത്തിൻ്റെ ഈ പറയുന്ന ഭരണസിരാ കേന്ദ്രത്തിൽ മുഴുവൻ തന്നെ 10,000-കണക്കിന് ആദിവാസികൾ കുടിൽകെട്ടി സമരം നടത്തുമ്പം അന്നും അവരോട് ഈ പറയുന്ന മലിനപ്പെടുത്തും എന്നുള്ള പ്രചരണമൊക്കെ നടത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിവിടെ സൂചിപ്പിച്ചത് ചെറിയ സമൂഹങ്ങളുടെ, സ്കാറ്റേർഡ് സമൂഹത്തെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു പോരുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റികളുടെ എല്ലാം തന്നെ ഒരു തിരിച്ചൊരു അല്ലെങ്കിൽ റീഗെയിനിങ് ഓഫ് ദി കമ്മ്യൂണിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു കമ്മ്യൂണിറ്റിയായി തിരിച്ചു വരുന്നു. ചെറിയ കമ്മ്യൂണിറ്റികൾ ഒരു കമ്മ്യൂണിറ്റിയായി അവരുടെ സ്വയംഭരണത്തിലേക്ക് തിരിച്ചു വരുന്ന ഇതിൻ്റെ എക്സ്പ്രഷനായിരുന്നു 2001-ലെ കുടിൽകെട്ടി സമരം.
പക്ഷേ ആ കുടിൽകെട്ട് സമരത്തിൽ ദർ വാസ് എ ക്ലിയർ കട്ട് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ട്രൈബൽസ് ആൻഡ് ദ സ്റ്റേറ്റ്, ബട്ട് ദേ നെഗേറ്റഡ് ആഫ്റ്റർ വൺ ഇയർ. അത് ഒരു വർഷത്തിന് ശേഷം അവരത് പൂർണ്ണമായിട്ട് മറക്കുകയും ആ എഗ്രിമെൻ്റ് അവർ വയലേറ്റ് ചെയ്യുകയും ചെയ്തപ്പം ട്രൈബൽസ് started encroaching the forest land, their historical abode of their original abode of tribals. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ ഓർക്കണം. they were cruelly evicted by police firing and എന്താ പറയേണ്ടത്, ആയിരക്കണക്കിന് ആദിവാസികളെ കൂട്ടത്തോളം കുടിയൊഴിപ്പിക്കുക മാത്രമല്ല അവരുടെ മുഴുവൻ വാസസ്ഥലങ്ങൾ അഗ്നിക്കിരയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ അഗ്നിക്കിരയാക്കുക എന്ന് പറയുന്ന കേരള സൊസൈറ്റിയുടെ, ഞാൻ അങ്ങനെയാണ് ആരോപിക്കുന്നത്, അത് അന്നത്തെ ഭരിച്ച എന്തെങ്കിലും ആൻ്റണി ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം മാത്രമല്ല. ദാറ്റ് ഇസ് എ സോഷ്യൽ സൈക്ക് ഓഫ് ദി കേരള സൊസൈറ്റി ആൻഡ് ദേ സെലിബ്രേറ്റഡ് ദാറ്റ് എവിക്ഷൻ ഫോർ എ വൈൽ, അറ്റ്ലീസ്റ്റ് ഫോർ 2 weeks. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും കേരളത്തെ പോലീസും കേരളത്തിലെ ഭരണ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ആഘോഷിച്ചിരുന്ന സുഖിച്ചിരുന്ന ഒരു എവിക്ഷൻ മെത്തഡായിരുന്നത്. പക്ഷേ പിന്നീട് ജനാധിപത്യത്തിൻ്റെ വക്താക്കൾ എന്ന നിലയിൽ അരുന്ധതിരെ പോലെ ആളുകളോ അല്ലെങ്കിൽ അങ്ങനെ വന്നപ്പം പിക്ചർ മാറിയെങ്കിലും അങ്ങനെയുള്ളൊരു എവിക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ബിക്കോസ് ഇവർ അടിമകളാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു പോയിൻ്റ്. അടിമകളാണ്. കാരണം ഈ അടിമകളാക്കപ്പെട്ട മനുഷ്യർ മുഴുവൻ തന്നെ ഈ വയനാട്ടിലെ കാടുകളിൽ പോയി കുടിൽ കെട്ടുമ്പോൾ ഒന്ന് അവർക്ക് അവകാശപ്പെട്ട ഭൂമിയാണെന്നുള്ളത് മാത്രമല്ല, അവരെല്ലാം വന്നിരുന്നത് കോളനികൾ, ഇന്ന് ഉന്നതി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ സമുന്നതി എന്നൊക്കെ വിശേഷിപ്പിച്ച് ഗവൺമെൻറ് രേഖകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന വളരെ സ്റ്റിഞ്ചിയായി മനുഷ്യവാസമല്ലാത്ത തരത്തിലുള്ള ലേബർ ക്യാമ്പുകളായി മാറിയിരുന്ന ഈ കോളനികളാണ് കേരളത്തിലെ വയനാട്ടിൽ ഏറ്റവും ചുരുങ്ങിയത് ട്രൈബൽ കോളനികൾ 3000 എണ്ണമുണ്ട്. കേരളത്തിൽ മുഴുക്കിയെടുക്കുകയാണെങ്കിൽ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ തന്നെ 50,000-ത്തിലധികം കോളനികൾ നമുക്ക് കാണാം വേണമെങ്കിൽ. അത് 50,000 എന്ന് പറയുമ്പോൾ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും. എങ്ങനെയാണ് ഈ കോളനികൾ ഉണ്ടായത്? ഞാൻ ഒരു ഒറ്റ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. മുത്തങ്ങ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി 2003 ജനുവരി 1-2 തീയതികളിൽ ആദിവാസികൾ കൂട്ടത്തോടുകൂടി അങ്ങോട്ട് പോകുമ്പോൾ 2-ാം തീയതി ഒരു വലിയ വെഹിക്കിൾ, വലിയ ലോറികളിലൊക്കെയാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ പയ്യമ്പള്ളി വില്ലേജിൽ 1-2 സ്ഥലങ്ങളിൽ ഈ ലോറി ജനക്കൂട്ടം തടഞ്ഞു നിർത്തുന്നു. അവരെന്തെങ്കിലും ആക്രമിക്കാനൊന്നുമല്ലോ, നിങ്ങൾ പോകരുത്, ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ല, പോയാൽ ഞങ്ങളങ്ങനെ ജീവിക്കും എന്നതായിരുന്നു അവരുടെ പ്രശ്നം. അവർക്ക് ഇവരില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ആ പരിസരവാസികളായിട്ടുള്ള കർഷകർക്ക് അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാർക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇവരില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് അവിടുത്തെ ഒരു റേഷൻ കടക്കാരന് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ കാർഡുകൾ ഉപയോഗിച്ച് അഴിമതി നടത്തിയാണ് പലപ്പോഴും ലാഭം ഉണ്ടാക്കുന്നത്. അവിടുത്തെ ഒരു ചാരായൊഴിപ്പുകാരനും ഇവരുടെ സമരത്തിനെതിരാണ്. ഇവനൊരു വാർഡ് മെമ്പർ പോലും, ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പോലും. കാരണം കാടിൻ്റെയും വയലോലകളുടെയും ഇടയിൽ ഇവരുടെ വാസസ്ഥലങ്ങൾ നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഒരു ജന്മിക്ക് ഭൂമി സംരക്ഷിക്കാൻ പറ്റൂ കാട്ടാനയിൽ നിന്ന്. അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് കാട്ടിൽ പോകണമെങ്കിൽ ഇവരുടെ കുടികൾ ആവശ്യമുണ്ട്. ചുരുക്കത്തിൽ ഇത്തരം കുടികൾ എന്ന് പറയുന്നത് ദേ ആർ റെമനൻസ്, നോട്ട് റെമനൻസ് ഓഫ് ദി സ്ലേവറി എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിൻ്റ്. കേരളത്തിൽ ഏതാണ്ട് 1850 മുമ്പ് തന്നെ കോളനൈസേഷൻ ആരംഭിക്കുന്നുണ്ട്. എങ്കിലും ഇതിനൊരു സംഘടി നമ്മളിപ്പോൾ അടിമ വിമോചന വിളംബരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അത് സ്റ്റേറ്റിൻ്റെ പുതിയ വികസനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൊളോണിയൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി അവർക്ക് ആവശ്യമായിരുന്ന ഫ്രീ ലേബറിന് വേണ്ടി മാത്രം ഇവരെ മോചിപ്പിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു എന്ന് നമുക്ക് വിലയിരുത്തിയേ മതിയാകൂ. അതുകൊണ്ട് കൊളോണിയലിസവും ഈ പറയുന്ന പോസ്റ്റ് കൊളോണിയൽ പീരീഡിലും ഉണ്ടാകുന്ന കോളനൈസേഷൻ 50,000 കോളനി എന്ന് പറയുന്നത് ഈ പറയുന്ന അവർക്കാവശ്യമുള്ള സ്വതന്ത്ര മാർക്കറ്റിലുള്ള ലേബറിന് വേണ്ടിയുള്ള കറുത്ത വർഗ്ഗക്കാരുടെ ഒരു അധ്വാന കമ്പോളത്തിലേക്ക് അവരെ ആവാഹിക്കാനുള്ള ഒരു മെത്തഡോളജി മാത്രമായിരുന്നു എന്നതാണ്. എന്തായാലും കോളനൈസേഷനെ കുറിച്ചുള്ള പഠനങ്ങൾ കേരളത്തിൽ വളരെ കുറച്ച് മാത്രമേ നടന്നിട്ടുള്ളൂ. അപൂർവം പേരൊക്കെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഇവിടുത്തെ ചില വിദ്യാർത്ഥികൾ നോക്കുന്നുണ്ട്, മായപ്രമോദ് നോക്കുന്നുണ്ട്, കാലിക ചില പ്രസിദ്ധീകരണങ്ങളെല്ലാം തന്നെ കോളനൈസേഷനെ കുറിച്ച് വന്നിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് സ്ലേവറിയെ നിലനിർത്തിയിരുന്ന കേരള സോഷ്യൽ സൈക്കിൻ്റെ അപ്പർ കാസ്റ്റ് ഒരു മനോഭാവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൊളോണിയൽ മനോഭാവവുമായി ബ്ലെൻഡ് ചെയ്യപ്പെട്ട ഒരു സോഷ്യൽ സൈക്കിൻ്റെ ബാക്കി പത്രമാണ് ഈ കോളനൈസേഷൻ എന്നാണ് ഞാൻ കരുതുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു നിരീക്ഷണം. അതുകൊണ്ട് കേരളത്തിലെ ദളിത് മൂവ്മെൻറ്റുകൾ ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു പുതിയ മൂവ്മെൻറ്റ് ആരംഭിക്കുമ്പോൾ തന്നെ അത് ആദിവാസികൾ മാത്രമല്ല,
ഇന്ന് അതിന് കൂടുതൽ ലെജിറ്റിമസി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. എൻ്റെ വ്യക്തിപരമായുള്ള ഒരനുഭവമാണെങ്കിൽ ആദിവാസി മേഖലയിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭൂമിക്ക് വേണ്ടിയുള്ള മുറവിളി ആരംഭിക്കാം എന്നുള്ളത് കുറച്ചുകൂടി അവർ ഭൂമിയുടെ രാഷ്ട്രീയം വളരെ വേഗം മനസ്സിലാക്കുന്ന ഒരു പ്രതലം ഗോത്രവർഗ വിഭാഗങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടും അവർ അതിന് ശക്തമായ ഒരു ആവശ്യം ഉന്നയിക്കുന്നതുകൊണ്ടുമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിൽ കേന്ദ്രീകരിച്ചത്. എങ്കിലും ആ കാലഘട്ടത്തിൽ 99, 98, 97, 98, 99 കാലങ്ങളിൽ ഭൂമിക്ക് വേണ്ടിയുള്ള ആവശ്യം ഉന്നയിക്കുമ്പോൾ കേരളത്തിൽ ഇത്യധികം ഭൂമി നിങ്ങൾക്ക് തരാനുണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു എപ്പോഴും ചോദിക്കാറുള്ളത്. പ്രത്യേകിച്ചും 2001 കാലഘട്ടത്തിൽ കുടിൽകെട്ടൽ സമരമായി തിരുവനന്തപുരത്ത് പോയ സമയത്ത് അന്നും ഉന്നയിക്കപ്പെട്ട എവിടെയാണ് ഭൂമി എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പം ഞങ്ങളന്ന് 12 ലക്ഷം ഏക്കർ ഭൂമിയുടെ ഒരു കണക്കൊക്കെ അവതരിപ്പിച്ചു. അന്ന് ആ കണക്ക് അവതരിപ്പിക്കുമ്പോഴും ഈ പറയുന്ന കേരളത്തിലെ വാസ്റ്റ് ട്രാക്റ്റ് ഓഫ് പറയുന്ന എന്താണ് പറയേണ്ടത് തോട്ടങ്ങളുടെ കണക്കൊന്നും ഞങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഇക്കണോമിയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഭൂപരിഷ്കരണം യഥാർത്ഥത്തിൽ ലോലാൻഡിൽ നടന്നിരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന നെൽവയലുകളുള്ള അല്ലെങ്കിൽ പ്രിഡോമിനൻ്റ്ലി നെൽകൃഷിയുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ള പരിഷ്കരണം മാത്രമായിരുന്നു ടെനൻസി റെഗുലേഷൻ്റെ ഒരു പരിധി. ആ പരിധിയിൽ ടെനൻസി റെഗുലേഷൻ നടത്തിയപ്പോൾ തന്നെ അല്ലെങ്കിൽ മധ്യമജാതികളെയും ഒരു ലോവർ മിഡിൽ ക്ലാസ്സിനെയും വെർട്ടിക്കലായി അവർക്ക് വളരാനുള്ള സാഹചര്യം നിയോ ഗ്ലോബൽ സിറ്റുവേഷൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ കേരളത്തിലെ 65% കൾട്ടിവബിൾ ലാൻഡ് തോട്ടങ്ങളായി നിലനിർത്തിയ മേഖലകളെ സ്പർശിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ആ മേഖലകൾ പ്രത്യേകിച്ചും കൊളോണിയൽ ശക്തികൾ പുറപ്പെടുന്ന് പിന്മാറിയപ്പോൾ ഇൻഡിപെൻഡൻസ് ആക്ട് ഉണ്ടായതിന് ശേഷവും ഈ ഭൂമി വ്യാജരേഖകളുടെ അനധികൃതമായി വൻകിട എസ്റ്റേറ്റ് ഉടമകൾ കൈവശം വയ്ക്കുന്നത് ടാറ്റ ആയിരിക്കാം, ഹാരിസൺ ആയിരിക്കാം, ബിർള ആയിരിക്കാം, മേ ബി സംബഡി എൽസ്. പക്ഷേ ആ എസ്റ്റേറ്റ് ഇക്കണോമി കേരളത്തിൽ 70 ഇതിന് ശേഷം വിപുലീകരിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് 90കളുടെ കണക്കാണ് ഞാനിത് പറഞ്ഞത്. ഏതാണ്ട് 65 ലക്ഷത്തോളം തോട്ടങ്ങൾ. കാരണം പിന്നീട് വനം ഉൾപ്പെടെ തോട്ടങ്ങളാക്കി മാറ്റുകയും വലിയ ഭൂവുടമകൾ ഭൂമി തോട്ടങ്ങളാക്കി മാറ്റാൻ വലിയ തരത്തിലുള്ള ധനസഹായം കൊടുത്തിരുന്ന നാടാണ് കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും 1970 ശേഷം നൽകിയിട്ടുണ്ട്. ഈ പറയുന്ന ഗ്രോമോർ ഫുഡ് ക്യാമ്പയിൻ്റെയൊക്കെ ഭാഗമായി ആ അർത്ഥത്തിൽ ആ നിലയിൽ 80കളോടുകൂടി തോട്ടങ്ങൾ വിപുലീകരിക്കപ്പെടുകയും ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത കേരള സൊസൈറ്റിക്ക് ഒരു ഭാരമായിരിക്കുന്ന ഒരു സാമ്പത്തിക ഘടനയായി ഈ തോട്ടങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, കേവലം ഉസൂറി ക്യാപിറ്റൽ മാത്രമല്ല, പൂർണ്ണമായും കൊള്ളയടിയുടെ ഒരു വിഭവമായി ഈ തോട്ടങ്ങൾ നിലനിൽക്കുമ്പോൾ ഇത് ഇന്നും ഈ പറയുന്ന ഒരു നഷ്ടപരിഹാരത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ റെപ്പറേഷൻ്റെ ഭാഗമായി ഇവിടെ അടിമകളാക്കപ്പെട്ട ജനതകൾക്ക് നൽകാനുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കാനുള്ള ഒരു സാമ്പത്തിക രാഷ്ട്രീയ ഇടപെടലാണ് ദളിത് ആദിവാസി വിഭാഗങ്ങൾ നടത്തേണ്ടത് എന്നതാണ് ഭൂമിയുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് എനിക്കതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇക്കണോമിയുടെ ഒരു ക്രിറ്റിസിസമാണ് മെയിനായിട്ട് പറയാനുള്ളതെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ആ നിരക്കാണ് കേരളത്തിലെ ദളിതാദിവാസി മൂവ്മെൻറ്റുകളുടെ ഒരു ശക്തമായ ധാര. അതിന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ജാനുവിൻ്റെ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെൻറ്റാണ് അത് ആരംഭിച്ചിട്ടുള്ളതെങ്കിലും കേരളത്തിലെ വലിയൊരു വിഭാഗം ദളിത് വിഭാഗങ്ങളിൽ നിന്ന് അതിന് ശക്തമായ പിന്തുണ എപ്പോഴും കിട്ടിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ദളിത് മൂവ്മെൻറ്റുകൾ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ഇക്കണോമിയെ സംബന്ധിച്ചുള്ളൊരു വിമർശനാത്മകമായ ഇടപെടലിനെ സംബന്ധിച്ചുള്ള ആഴത്തിലുള്ള ഒരു പഠനം അവരുടെ മുന്നിൽ ആവശ്യമുണ്ട്. അത്തരം വിഭാഗങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അക്കാഡമിക് വൃത്തങ്ങളും 70-ന് ശേഷം ഭൂമിയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള കാര്യമായ സ്റ്റഡീസോ റീഡിങ്സോ തന്നെ ഉണ്ടായിട്ടില്ലെന്നുള്ളത് മാത്രമല്ല, ആകെയുള്ളത് 70-ന് ശേഷമുള്ള ഈ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ടെനൻസി റെഗുലേഷനുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വയ്യ. മാത്രമല്ല റീസെൻ്റായി 90-കൾക്ക് ശേഷം ഞാൻ ഈ പറഞ്ഞ മാർജിനലൈസ് കമ്മ്യൂണിറ്റി എന്നുള്ള മുത്തങ്ങ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആദിവാസികൾ ദളിത് വിഭാഗങ്ങളിലുള്ള ചെറങ്ങറ അരിപ്പ ഉൾപ്പെടെയുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു സോഷ്യൽ റെവല്യൂഷൻ എന്നാണ് ഞാനത് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതിനെ ഒരു നവോത്ഥാനമായിട്ടോ മോഡേണിറ്റി ആയിട്ടോ പോസ്റ്റ് മോഡേണിറ്റി ഒരു ബന്ധവുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവരുടെ സാമൂഹിക വിപ്ലവത്തിൻ്റെ സോഷ്യൽ ഇമാൻസിപ്പേഷൻ്റെ ഭാഗമായി നടക്കേണ്ട ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായുള്ള ഒരുപാട് ലാൻഡ് മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നിങ്ങളെപ്പോലുള്ള പഠിതാക്കൾ ഉൾപ്പെടെ ആരും ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം കേരളത്തിൽ ഒരു PhD പ്രബന്ധം പോലും ആരുടേതും ഇല്ല എന്നുകൂടി ഈ അക്കാഡമിക് വൃത്തത്തിൽ ചൂണ്ടിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപൂർവം ചില MA സ്റ്റുഡൻസ് എല്ലാം തന്നെ കുറച്ച് ഡെസർട്ടേഷനൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും വിദേശികൾ 1-2 പ്രബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ആളുകളൊക്കെ തന്നെ അത് മുത്തങ്ങയൊക്കെ തന്നെ അവർ
ശരിയായ റീഡിങ്, പൂർണ്ണമായും ഒരു പോസ്റ്റ് കൊളോണിയൽ അപ്രോച്ചിൽ തന്നെയുള്ള പഠനങ്ങളാണ് അത് വന്നിട്ടുള്ളത്. റിയലിസ്റ്റിക്കായി കേരളത്തിൻ്റെ ഒരു പുതിയ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഇന്നും പ്രസക്തമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാനത് പറഞ്ഞത് ഏതാണ്ട് അതിൻ്റെ ഗസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എൻ്റെ ഒന്നാമത്തെ പോയിൻ്റ് വാസ് ദാറ്റ് ദ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് നത്തിങ് ബട്ട് ദ എമാൻസിപ്പേഷൻ ഓർ ദി വെർട്ടിക്കൽ മൊബിലിറ്റി ഓഫ് ദി ടെനൻസി ക്ലാസ് like Patakudian or Kudians. That was one point. And traditional cultivators like Dalits and Adivasis, especially Adivasis who were evicted forest rights, where the issues were not allowed to address. Even when there was a constitution which had addressed autonomy, the rights and cultural autonomy, etc., such thing was not at all addressed by your Kerala democratic or secular Kerala. Then the recent movements, especially after 1990s, there have been vociferous movements like tribal movement, fisher folk movement, Thottandolali movement, Dalit movement, etc. Whether such movements are also not well studied. That movements are emerging from a different social strata, and they are representing a social revolution or social emancipation movement. That's all. Thank you. Thank you so much, sir. Now the floor is open for discussion. You can ask your questions and share your remarks as well. So please participate in the discussion. രണ്ടാമത്തെ സംഗതി, ഇതിൽ സാറ് പറഞ്ഞൊരു റിയാലിറ്റി ഉണ്ടെങ്കിലും ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് കേരളത്തിലെ ദളിതുകൾക്ക് ഇപ്പോഴും കഴിയുന്നില്ല. ഈ ലാൻഡിൻ്റെ ഇഷ്യൂവിൽ ഈ സെക്കൻഡ് ലാൻഡ് റിഫോംസ് വരണമെന്ന് പറയുന്നൊരു ഡിമാൻഡ് KPMS ഒരു 10-15 വർഷം മുൻപ് മുന്നോട്ട് വെച്ച് ഒരു കേരള യാത്രയൊക്കെ നടത്തിയെങ്കിലും ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനകത്ത് ഇപ്പോഴും ദളിതുകൾ ചില പോക്കറ്റുകളിൽ മാത്രം, ചില രാഷ്ട്രീയ പാർട്ടികളിൽ മാത്രം വിശ്വസിച്ച് നിൽക്കുന്നത് കൊണ്ട് അവർക്കൊരു ബാർഗെയിനിങ് കപ്പാസിറ്റി നമ്മുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിനകത്ത് ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായും അവർ വയ്ക്കുന്ന ഈ ലിബറേഷൻ്റെ പൊളിറ്റിക്സ്, ലിബറേഷൻ്റെ വക്താക്കളായ പാർട്ടികൾ ഒരിക്കൽ പോലും നടക്കാതെ പോകുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഇനി കേരളത്തിലെ ദളിത് മൂവ്മെൻറ്റുകൾക്ക് മറികടക്കാൻ കഴിയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഭൂമിയുടെ രാഷ്ട്രീയത്തെ ഇനി പുതിയ മേഖലയിൽ എങ്ങനെ കണ്ടെത്താൻ കഴിയും? എങ്ങനെ ഒരു ലാൻഡ്ലെസ് കമ്മ്യൂണിറ്റിക്ക്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 30,000 കോളനിയിൽ താമസിക്കുന്ന ഒരു സമൂഹം, അത് ഭരണകൂടം പോലും കോളനിക്കകത്ത് താമസിക്കുന്ന ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പോലീസായാലും SC/ST ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായാലും കോളനിക്കകത്ത് താമസിക്കുന്നവരോട് ബിഹേവ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അത് അല്ലെങ്കിൽ പൊതുസമൂഹത്തിനുമുണ്ട്. ഇപ്പോൾ ഒരു ഭൂമി മേടിക്കുകയാണെങ്കിൽ കോളനിക്കകത്താണെങ്കിൽ, കോളനിക്ക് അടുത്താണെങ്കിൽ അവിടെയുള്ള ഭൂമിക്ക് വില കുറഞ്ഞു പോകുന്നു. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അത് ഇത്. അപ്പോൾ ഈ കോളനികളിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും പുതിയ ഭൂമി കിട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു സംശയം. എൻ്റെ ഒരു പോയിൻ്റ്, ദളിത് ആദിവാസി മൂവ്മെൻറ്റുകൾ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഇക്കണോമിയെ ക്രിട്ടിസൈസ് ചെയ്ത് ആരംഭിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു വാദം. നമ്മളിങ്ങനെ കുറേ യാചനാസ്വരത്തിൽ ചോദിക്കേണ്ട ആവശ്യമില്ല. പൊളിറ്റിക്കൽ ഇക്കണോമിയെ ഹിസ്റ്റോറിക്കലി ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ അവർ നഷ്ടപരിഹാരം ചോദിക്കേണ്ടി വരും. എന്തായാലും ടു ആസ്ക് റെപ്പറേഷൻ, അതിതുവരെ ചോദിക്കപ്പെട്ടിട്ടില്ല. ഭൂമി എന്ന് പറയുന്നതും മറ്റ് നൂറ്റാണ്ടുകളായി അടിമകളാക്കി വെക്കപ്പെട്ടൊരു മനുഷ്യനോട് ഒരു ജനാധിപത്യ സമൂഹവും, അത് ഇന്ത്യനുമായിരിക്കാം വിദേശികളുമായിരിക്കാം, ഹൂവർ ഇറ്റ് മേ ബി,
അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യപ്പെടണം എന്ന ഒരു ക്വസ്റ്റ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ ചോദിക്കുമ്പോൾ മാത്രമേ ആ വിഷയത്തിന് പരിഹാരമാകൂ. അങ്ങനെ ഒരു മൂവ്മെൻറ്റിലേക്ക് കേരളത്തിലെ ദളിത് മൂവ്മെൻറ്റുകൾ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭൂമിയുടെ രാഷ്ട്രീയത്തിൻ്റെ ശക്തമായി ഉന്നയിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ചെറു വിഭാഗങ്ങളേ ഉള്ളൂ. എല്ലാവരുടെയും ഒരു കോമൺ ഒരു മൂവ്മെൻറ്റിൻ്റെ ആവശ്യമല്ല അത്. ട്രൈബൽ മൂവ്മെൻ്റ് എന്നൊക്കെ അത് വന്നിട്ടുള്ളൂ. അതിൻ്റെ സാധ്യതയെ കേരളത്തിലെ വലിയ വിഭാഗം ദളിത് മൂവ്മെൻറ്റുകളും പ്രത്യേകിച്ചും KPMS പോലുള്ള ആളുകളൊക്കെ തന്നെ ഞാനും ആ ക്യാമ്പയിനിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ അത് ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കോളനി എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ ഉറവിടം എന്താണ് എന്ന് പൊതുസമൂഹത്തോട് പറയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയമായ ഒരു നിലപാടിലേക്ക് ഇവരെത്തണം. അതിപ്പോഴും എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഹലോ സാറ് പങ്കുവച്ചത് വളരെ സങ്കീർണമായ ചില കാര്യങ്ങളാണ്. എസ്പെഷ്യലി ദളിത് ആദിവാസി മൂവ്മെൻറ്റുകൾ കേരളത്തിലുണ്ടായ ശേഷവും അവർക്ക് വേണ്ടിയിട്ട് സോ കോൾഡ് കേരള മോഡൽ ഗവൺമെൻറ്റിൻ്റെ പ്ലാനിൽ ഒരു തരത്തിലുള്ള ഒരു ഇൻക്ലൂഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ള വളരെ വിസിബിളായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ഒരു ചെറിയൊരു ചോദ്യം എന്നുള്ളത്, ചെങ്ങറ സ്ട്രഗിൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചെങ്ങറ ഭൂസമരം, പത്തനംതിട്ട ജില്ലയിലെ ചെങ്ങറ ഭൂസമരം. പക്ഷേ ചെങ്ങറ സമരത്തിൽ പറഞ്ഞ അതിന് ശേഷമുണ്ടായ പല കാര്യങ്ങളും പാലിക്കപ്പെടുകയുണ്ടായില്ലെന്ന് മാത്രമല്ല അതിനൊരു പിന്തുടർച്ചയുണ്ടായില്ല. എൻ്റെ ഒരു ചോദ്യം, അത് എന്തുകൊണ്ടാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു ദുർബലമായ രീതിയിലുള്ള നേതൃത്വം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഭൂസമരം എന്ന് പറയുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ പിന്നീട് അതിനുശേഷം വന്ന ആളുകൾക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പോൾ അതിനോടുള്ളൊരു സാറിൻ്റെ റെസ്പോൺസ്, എന്തുകൊണ്ടാണ് അതൊരു നേതൃത്വരഹിതമായി മാറുകയും എന്തുകൊണ്ടാണ് ഈ വളരെ മാസീവായിട്ടുള്ള കേരളത്തിൽ നടക്കുന്ന ഇത്തരം ദളിത് ആദിവാസി മൂവ്മെൻറ്റിന് പിന്നീടൊരു പിന്തുടർച്ച കൃത്യമായി ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? സാറിൻ്റെ ഒരു അഭിപ്രായം എന്നറിയാൻ ആഗ്രഹമുണ്ട്. ഭൂസമരങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ടായിട്ടുണ്ട്. പക്ഷെ തുടർച്ചയായ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്നുള്ള നിലയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം മുത്തങ്ങ അല്ലെങ്കിൽ ജാനുവൊക്കെ നടത്തിയ ഒരു ഭൂസമരത്തിൻ്റെ അന്തരീക്ഷം തന്നെയാണ് ചെങ്ങറ, ഇരിപ്പ തുടങ്ങിയ പ്രക്ഷോഭങ്ങൾക്ക് കേരളത്തിൽ അതിജീവിക്കാൻ സാധ്യത നൽകിയെന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. മാത്രമല്ല ജാനുവൊക്കെ ഉന്നയിച്ച പ്രശ്നത്തേക്കാൾ അപ്പുറം തോട്ടം മേഖലയുടെ വിഷയം ചെങ്ങറ സമരമായപ്പോഴേക്കും അത് ഉന്നയിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള കുറച്ചുകൂടി ഒരു പൊളിറ്റിക്കൽ കോംപ്രിഹെൻസീവായ ഒരു അപ്രോച്ചോടുകൂടിയുള്ള ഈ ലീഡർഷിപ്പിന് മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റുള്ള വളരെ കൺസിസ്റ്റൻ്റായ ഒരു ക്രിറ്റിസിസം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റായി ഒരു ലീഡർഷിപ്പ് മാറുമ്പോൾ മാത്രമേ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട കൊച്ചു കൊച്ചു സമരങ്ങളുണ്ടാക്കിയും അതിന് ചില പാക്കേജുകൾ ഉണ്ടാക്കി, അരിപ്പയ്ക്കൊരു പാക്കേജ്, ചെങ്ങറക്ക് മറ്റൊരു പാക്കേജ്, ഇനി മറ്റൊരു ആൾ ഒരു 10 സ്ഥലത്തൊരു സത്യാഗ്രഹം നടത്തുകയാണെങ്കിൽ അവരൊരു പാക്കേജ് എന്ന നിലയിലേക്ക് റിഡ്യൂസ് ചെയ്യും, അവരെ ആ വഴിക്ക് തെളിക്കുകയും ചെയ്യുന്നൊരു ഭരണകൂട സമീപനമാണ് ഇതുവരെയുള്ളത്. അതാണ് അതിനെ ശിഥിലീകരിച്ചത്. അവിടെ ലാഹഗോപാലൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തൊരു ഗോപാലൻ വരുന്നു, അതിൻ്റെ ശിഥിലീകരണം ആരംഭിക്കുന്നു. പക്ഷേ ഇപ്പം ജാനുവിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഗുണം അത് എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഒരു മൂവ്മെൻറ്റാണ്. ആശയപരമായിട്ടാണെങ്കിൽ അത് അതിജീവിക്കുന്നത്. ജാനു ഇപ്പോൾ BJP പോയെങ്കിലും ജാനു റേസ് ചെയ്യുന്ന ആ രാഷ്ട്രീയത്തിനും ജാനു ഉണ്ടാക്കിയ പാക്കേജും അതൊന്നുണ്ടാക്കിയ ട്രൈബൽ റീസെറ്റിൽമെൻറ്റിനൊക്കെ കേരളത്തിൽ ഇപ്പോഴും ഉള്ളൂ. അത് ലീഗലി ഇപ്പോഴും വിസ്റ്റാൻഡ് ചെയ്യുന്നുള്ളൊരു വസ്തുതയാണ്. അത് ഉന്നയിക്കപ്പെട്ട രാഷ്ട്രീയത്തിൻ്റെ ഒരു ബലമാണത്. ഇപ്പോൾ ജാനു പോയാൽ പോലും മറ്റൊരു ജാനു അല്ലെങ്കിൽ മറ്റൊരു പുതിയ തലമുറ വരുമ്പം അത് മുന്നോട്ട് പോകുന്നേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. മറ്റൊന്ന്, ഇത് ആദിവാസിയും ദളിതനും മാത്രം ഉന്നയിക്കേണ്ട ഒരു വിഷയമാണോ? പൊളിറ്റിക്കൽ ഇക്കണോമിയുടെ ഒരു ക്രിറ്റിസിസമാണ് എങ്കിൽ കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തിൻ്റെ ഒരു 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 രാഷ്ട്രീയ വിഷയമായി ലാൻഡ് ഏറ്റെടുക്കപ്പെടേണ്ടതല്ലേ? ഭൂമി പ്രശ്നം പരിഹരിക്കേണ്ടത് ആദിവാസിയും ദളിതരും മാത്രമല്ലല്ലോ. അപ്പം മാത്രമാണ് ഇതിന് കൂടുതൽ ഒരു പൊളിറ്റിക്കൽ മൈലേജും വലിയൊരു പ്രസ്ഥാനവുമായി ഇത് മാറും. വളരെ കൃത്യമായി കേരളത്തിലെ ദളിത് ആദിവാസി വിഭാഗങ്ങൾ എങ്ങനെയാണ് ആധുനിക കേരളത്തിൽ, നമ്മൾ ഈ നവോത്ഥാനം പറയുന്നു, നവോത്ഥാനന്തര കേരളത്തിൽ വളരെ സിസ്റ്റമാറ്റിക്കായി എങ്ങനെ മാർജിനലൈസ് ചെയ്യപ്പെട്ടു എന്ന കാര്യം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. പ്രതികരിച്ചുകൊണ്ട് ഗീതാനന്ദ മാഷ് പറഞ്ഞ ഒരു ഭാഗത്തെ ഞാൻ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഈ ആദിവാസികളുടെയും ദളിതരുടെയും മാത്രം പ്രശ്നം വരുമ്പോൾ
ഇതിൻ്റെ എല്ലാം ഉത്തരവാദികൾ, അവർ നേരിടുന്ന ഈ ഡെവലപ്മെൻറ്റ് ഈ ഡിസ്പാരിറ്റീസിന് ഉത്തരവാദികൾ അവർ തന്നെയാണ് എന്ന നിലയിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ ഒഴിഞ്ഞു മാറുന്ന പ്രവണതയാണ് കാണുന്നത്. അതിൽ രാഷ്ട്രീയ നേതൃത്വമുണ്ട്, ബ്യൂറോക്രസിയുണ്ട്, മീഡിയാസുണ്ട്, ഇൻ്റലക്ച്വൽ കമ്മ്യൂണിറ്റിയുണ്ട്, അക്കാദമിഷ്യമുണ്ട്. എല്ലാവരും സൗകര്യപൂർവ്വം അവരുടെ കാര്യമെന്ന നിലയിൽ ഒഴിഞ്ഞു മാറുന്നൊരു പ്രവണതയാണ് കാണുന്നത്. എന്താണെങ്കിലും ഇവിടെ ഈ പൊളിറ്റിക്കൽ എക്കണോമിയെക്കുറിച്ച് പറഞ്ഞു. പൊളിറ്റിക്കൽ എക്കണോമിയുടെ കാര്യത്തിൽ എല്ലാവർക്കുമായി നമ്മുടെ ഭരണഘടന പറയുന്ന യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് വളരെ കൃത്യമായി ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പ്രത്യേകിച്ചും ആർട്ടിക്കിൾ 38 പോലുള്ള ഭാഗങ്ങളിൽ കൃത്യമായി പറഞ്ഞതാണ്. നമ്മുടെ രാജ്യത്തെ വിഭവങ്ങൾ, അതേപോലെ മൂലധനം, ഇതൊക്കെ എല്ലാവരുടെയും താല്പര്യത്തിന് ഉതകുന്ന ഉപകരിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷന് വിധേയമാക്കണമെന്ന ഭരണഘടനാപരമായ ഈ ഒരു കാര്യത്തെ യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിൽ എത്രത്തോളമാണ് നമ്മുടെ ഈ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ആത്മാർത്ഥമായി പെരുമാറുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഇൻട്രോസ്പെക്ഷൻ ആവശ്യമാണ്. ലാൻഡിൻ്റെ കാര്യം പറഞ്ഞു. അടിസ്ഥാനപരമായി ഈ സമ്പത്തിൻ്റെ പ്രാഥമികമായ രൂപം ഭൂമിയാണ് എന്നതുകൊണ്ടാണ് ആ ഭൂമിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് പോയതുകൊണ്ട് ഭൂമിയിൽ കെട്ടിപ്പടുക്കുന്ന മറ്റ് വിഭവങ്ങളിൽ നിന്നെല്ലാം ആദിവാസികളും ദളിതരും ഇതുപോലെ പുറകോട്ട് പോയി. കേരളത്തിൻ്റെ മാർക്കറ്റിൽ എവിടെയാണ് ദലിതർ? സിമ്പിളായി ചോദിച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ലക്ഷക്കണക്കിന് മുറുക്കാൻ കടകളിലോ തട്ടുകടകളിലോ പോലും ദളിത് പ്രാതിനിധ്യമില്ല എന്ന് പറയുന്നത് അമ്പരപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. വലിയ കാര്യങ്ങൾ ഇപ്പോൾ ടെക്സ്റ്റൈൽസ് ഇല്ലാത്തതോ മാളുകളില്ലാത്തതോ മറ്റ് റീറ്റെയിൽ ഷോപ്പുകളില്ലാത്തതോ അവിടെ ഇരിക്കട്ടെ, പകരം നമുക്ക് ഈ പെറ്റി ഷോപ്പുകളിൽ പോലും അവർ വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു പൊതുബോധം കേരളത്തിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു. നമ്മുടെ ഡെമോക്രസിയെ സംബന്ധിച്ച് പറയുമ്പോൾ പൊളിറ്റിക്കൽ ഡെമോക്രസിയിലാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. 1 man 1 vote 1 value എന്നൊക്കെ പറഞ്ഞ് 5 വർഷത്തേക്ക് വോട്ട് ചെയ്യുക. നേരെ മറിച്ച് സോഷ്യൽ ഡെമോക്രസി വ്യക്തികൾക്കും അതുപോലെ തന്നെ അവരുൾപ്പെടുന്ന സമൂഹങ്ങൾക്കും നമ്മുടെ സമ്പദ്ഘടനയിലും വിഭവങ്ങളിലും പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന രീതിയിലേക്കുള്ളൊരു പരിവർത്തനത്തിന് നമുക്ക് നയമില്ല. ഇതൊരു പോളിസി ലെവൽ ഇഷ്യൂ ആണ്. അങ്ങനൊരു അക്കാദമിക് ലോകമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നമുക്ക് അത്തരം ഡിസ്കോഴ്സുകൾ ആവശ്യമല്ലേ? അത്തരം പോളിസികൾ ആവശ്യമല്ലേ? വികസനം എവിടെ നിൽക്കുന്നു? ദളിതരെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്മെൻ്റ് ഇല്ല, പകരം ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതല്ലേ? അവരെല്ലാം നഷ്ടപ്പെട്ടവരല്ലേ എന്ന നിലയിൽ അവരെ ഒപ്പിയെടുക്കുന്ന ഒരുതരം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നതാണ് ഡെവലപ്മെൻറ്റ്. അതല്ല. ഇൻ ടേംസ് ഓഫ് ഈക്വൽ എന്ന നിലയിൽ ഇക്വിറ്റി എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്ക് അവർക്ക് ഭൂമിയുടെ ഉടമസ്ഥരുടെ കാര്യത്തിലും വിഭവങ്ങളുടെ കാര്യത്തിലും മാർക്കറ്റിലും രാഷ്ട്രീയ രംഗം നോക്കിയാൽ മതി. കേരളത്തിൽ ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഇലക്ഷൻ നടന്ന സമയമാണല്ലോ. കോൺഗ്രസിൻ്റെ ഒരൊറ്റ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു പട്ടികജാതിക്കാരന് വരാൻ കഴിയാത്ത ഒരു ആധുനിക കേരളത്തെക്കുറിച്ച് എന്താ നമ്മൾ പറയുന്നത്? അഭിമാനിക്കാൻ വല്ലതുമുണ്ടോ? CPM-ൻ്റെ 14 ജില്ലാ സെക്രട്ടറിമാർ, കോൺഗ്രസിൽ പ്രസിഡൻറ്റിനാണ് പവർ, CPM-ൽ ഡിസ്ട്രിക്ട് സെക്രട്ടറിമാർക്കാണ്. ഒരൊറ്റ ഡിസ്ട്രിക്ട് സെക്രട്ടറിയെ നിയമിക്കാൻ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോലറ്റേറിയറ്റ് പറഞ്ഞൊരു പാർട്ടിക്കകത്ത് അവരിൽപ്പെട്ട ഒരാളെയെങ്കിലും ഒരു ഡിസ്ട്രിക്ട് സെക്രട്ടറിയാക്കി വാഴിക്കാൻ പറ്റാത്തൊരു രാഷ്ട്രീയം പോളിറ്റ് ബ്യൂറോയിലൊന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാതെ പോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. ഫലമെന്താ? കേരളത്തിലെ ഈ 19 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഡെമോക്രസിയിൽ SC പ്രാതിനിധ്യം 0 ആണ്. കേരളത്തിലെ നായന്മാർക്ക് 9 മന്ത്രിമാരുള്ളപ്പോൾ നായന്മാരുടെ ശതമാനം 10 ആണല്ലോ. നേരെ മറിച്ച് കേരളത്തിൽ ഈ 10% ഉള്ള SC/ST കമ്മ്യൂണിറ്റീസ് കേരളത്തിലെ ക്യാബിനറ്റിൽ വട്ടപൂജ്യമാണ്. SC-ക്ക് മന്ത്രിയില്ലാത്തൊരു കാലമാണ്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ബ്യൂറോക്രസിയിൽ എവിടെയാണ്? ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ 100% അവർക്ക് കൊടുത്തല്ലോ. 90 സവർണറുടെ കയ്യിലായിരുന്നു. നമ്മുടെ ഇടതുപക്ഷ ഗവൺമെൻറ് 10% കൂടെ ദേവസ്വം ബോർഡിൽ സംവരണം കൊണ്ടുവന്നപ്പോൾ അത് മൊത്തം അവരുടെ കയ്യിലായി. എന്നിട്ടിപ്പം ഈ സംവരണ വിരുദ്ധമായ കോടതി വിധികളൊക്കെ എത്രയും വേഗം നടപ്പിലാക്കുന്ന മുന്നോക്ക സംവരണം അഥവാ സവർണ സംവരണം ആദ്യം നടപ്പിലാക്കിയ സ്റ്റേറ്റ് കേരളമാകുമ്പോൾ കേരളം ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ നീതിയിൽ നിന്ന്, ഭരണഘടന നടപ്പിലാക്കണമെന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിൽ നിന്ന് തീരെ വിപരീത ദിശയിലാണ് കേരളം പോകുന്നത്. ഇതിനെ ഒന്ന് പിടിച്ചു നിർത്താനുള്ള ഭൗതിക സത്യസന്ധത അക്കാദമിക് ലോകം കാണിച്ചില്ല എങ്കിൽ അത് വലിയ കഷ്ടമായിരിക്കുമെന്ന് കമൻറ്റ് പറയുക മാത്രം ഞാൻ ചെയ്യുന്നു. താങ്ക് യു.
together. Because in the rest of the country, there are important differences. The relationship of Adivasis to so-called development has been radically different from the relationship of Dalits. And Adivasis have paid the highest price for development. So I am curious as to whether in Kerala there are grounds for talking of Dalit Adivasi together in that way. Aren't there differences, aren't there complications in putting them together in this way? It's a very important question. See, I have been working for these tribal people for the last 20-25 years. I was thinking about the same question. There are very clear-cut difference between Adivasis and Dalits. Tribal people, they have an autonomous life, autonomous lifestyle, cultural heritage, everything is there. Dalits are scattered people. My point is that Dalits should understand the issues of tribals, that's the thing. They should read the constitutional provision on this tribal autonomy or the 5th schedule and 6th schedule. Such a democratic, only when tribal people, Dalit people address these democratic issues, they will emancipate. So, generally, people still say that we must have SC/ST unity, etc. That's only peripheral unity, but in-depth unity should be there, and Dalits, as the broader mass of the Indian people or the native people, they should raise the tribal autonomous rights. Then only they can travel the path of tribals. That's my point. Then only they can gain land. Otherwise, they will remain as Dalits. So there should be a unity. It cannot be possible as a unity of Dalits and Adivasis. On the right over the resources, autonomy, perhaps Dalits must have their own, what we call their own specific autonomous area also. During the period of Ambedkar, there was communal award and autonomous right of Dalits. That should also be raised during this neo-colonial period. You got my point? Thank you. Thank you all for participating in the discussion. Now I invite Dr. Rajesh Kamath to hand over a token of love to M. Geethanandan sir. I now invite Dr. Abhilash Babu to deliver the vote of thanks. Respected dignitaries, esteemed speakers, scholars and dear participants. As we conclude the first day of the colloquium on marginality, memory and resistance, it is my privilege to extend our heartfelt gratitude to everyone who contributed to making today's discussions insightful and thought-provoking. We began with an enlightening inaugural session, and we were deeply grateful to our esteemed speakers, Honorable Vice Chancellor of the University, Professor Thorat, and Professor Satish Deshpande, who set the stage
with their powerful insights into social sciences in the age of alternative facts. Our technical sessions explored critical themes from caste discrimination and marginalization in higher education institutions, to the politics of space, labor, and dignity. We sincerely thank all the presenters for their engaging research, as well as our session chairs, Dr. Abhilash Babu, Dr. Joby Matthew, and Dr. Shilpa Sadish, for steering the discussion so effectively. We are also grateful to the organizing committee. Special thanks to Mr. M. Gidanandan for his inspiring talk on Dalit Adivasi movements, which provided an important grassroots perspective. We are also grateful to the organizing committee, student volunteers, and the university staff for their meticulous planning and coordination, ensuring a seamless experience. Finally, a sincere thanks to all the participants for your enthusiastic engagement, and we look forward to continuing this crucial conversation tomorrow. Thank you.